ഗാസയ്ക്കൊപ്പം വെസ്റ്റ് ബാങ്കിലും ഹമാസിനെതിരെയുള്ള അതിരൂക്ഷമായ റെയ്ഡ് തുടരുകയാണ് IDF. 24 മണിക്കൂറിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ നടത്തിയത് 30 വ്യോമാക്രമണങ്ങൾ. 30 വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 6 ഹമാസ് ഭീകരന്മാർ. നിരവധി ഹമാസ് ഭീകരന്മാരെയും ഹമാസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായി ബന്ധമുള്ള നിരവധി ഭീകരന്മാരെയും പിടികൂടി. വെസ്റ്റ് ബാങ്കിലെയും സമരിയ അടക്കമുള്ള പ്രദേശങ്ങളിലെയും ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയത് ഏറ്റവും ആധുനികമായ ആക്രമണം. ഹമാസ് ഗാസയിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് വെസ്റ്റ് ബാങ്കിൽ റെയ്ഡുകളും ആക്രമണങ്ങളും തുടരുകയായിരുന്നു ഇസ്രായേലി സേന. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തലവേദനയായ ഭൂപ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. 1967 മുതൽ ഇസ്രായേൽ അധീനതയിലുള്ള ഈ ഭൂപ്രദേശത്ത് പക്ഷേ ഹമാസിൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഹമാസിൻ്റെ മാത്രമല്ല, ഹമാസിൻ്റെ സഹോദര ഭീകര സംഘടനയായ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും അതിശക്തമായ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാസയിൽ നിർത്തിയ ഓപ്പറേഷൻ വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ വ്യാപിപ്പിച്ചത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ 30 തവണയാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ മേഖലകളിലേക്ക് ബോംബ് വർഷം നടത്തിയത്. ഹമാസിനും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും വലിയ ശക്തിയുണ്ട് എന്ന് അല്ലെങ്കിൽ അവർക്ക് ബന്ധമുണ്ട് എന്ന് തോന്നിയ ഇടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലി സേന ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി. തീയും പുകയും പൊടിപടലങ്ങളും മാത്രമായി വെസ്റ്റ് ബാങ്കിൻ്റെ പല മേഖലകളും മാറി. ഇതിന് പിന്നാലെ കനത്ത ആക്രമണം ഇസ്രായേലിൻ്റെ കരസേന, ഇസ്രായേലിൻ്റെ സൈനികർ ഈ മേഖലകളിലേക്ക് നടത്തുകയും ചെയ്തു. ഈ ആക്രമണങ്ങളിലാണ് 6 ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. നിരവധി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭീകരന്മാരെ ഇസ്രായേലി സേന പിടികൂടി എന്നുള്ളതും ഏറ്റവും പുതിയ വിവരമാണ്. ഇതിനൊപ്പം തന്നെ ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ കൊന്നൊടുക്കാനുള്ള എല്ലാ പദ്ധതികളും ഇസ്രായേലി സേന നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ ബങ്കറുകൾ, ആ ബങ്കറുകളിൽ ഇപ്പോഴും 100-ലധികം വരുന്ന ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ വിശ്വാസം. അതിൽ അധികം പേരും പട്ടിണി കിടന്ന് ചത്തൊടുങ്ങിയിട്ടുണ്ടാകാം. എങ്കിലും ജീവനോടെ അവശേഷിക്കുന്നവർ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി, ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങി വരാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായി പല സമയങ്ങളിലായി പുറത്തിറങ്ങി വന്ന 40-ലധികം ഭീകരന്മാരെ തല ചിതറിച്ച് വെടിവെച്ച് വധിച്ചു ഇസ്രായേലി സേന. ഈ ഭീകരന്മാരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമം ഹമാസിൻ്റെ നേതൃത്വം നടത്തിയിരുന്നു. ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ നിന്ന് ഈജിപ്തിലേക്കെത്തി, കെയ്റോയിലേക്കെത്തി, തുർക്കിയിലേക്കെത്തി. ഈജിപ്തിനെയും തുർക്കിയെയും ഖത്തറിനെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയെ കൂട്ടുപിടിച്ച് ഈ ഭീകരന്മാരെ രക്ഷപ്പെടുത്താനായിരുന്നു ഹമാസിൻ്റെ നീക്കം. ഒരു ഘട്ടത്തിൽ ഈ ഭീകരന്മാരെ വിട്ടയക്കാമെന്ന് ഇസ്രായേലും സമ്മതിച്ചു. പക്ഷേ ഈ ഗാസ എന്ന ഭൂപ്രദേശത്ത് നിന്ന് ഇവരെ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണം. ഇതായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിബന്ധന. ആദ്യം ഇത് അംഗീകരിച്ച അമേരിക്ക ആകട്ടെ പിന്നീട് ഇതിൻ്റെ അപകടം മനസ്സിലാക്കി. ഒടുവിൽ അമേരിക്ക പറഞ്ഞു, ഈ ഭീകരന്മാരെ ഞങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കില്ല. അതിന് കാരണമുണ്ട്. ഈ കൊടും ഭീകരന്മാരെ ഏറ്റെടുക്കാൻ ലോകത്തെ ഒരു രാജ്യവും തയ്യാറല്ല. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഈജിപ്റ്റോ, ഹമാസിനെ പിന്തുണയ്ക്കുന്ന തുർക്കിയോ, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഖത്തറോ, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാനോ പോലും ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീകരന്മാരെ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇതോടുകൂടി അമേരിക്ക ആ ശ്രമം അങ്ങ് അവസാനിപ്പിച്ചു, ആ ഉദ്യമം അവസാനിപ്പിച്ചു. അങ്ങനെ ബങ്കറുകളിൽ കിടന്ന് ചാകാൻ തന്നെയാണ് ഹമാസിൻ്റെ അന്തിമ വിധി എന്നുള്ളത് ഉറപ്പായി. ഇതിനിടയിൽ ചില ഹമാസ് ഭീകരന്മാർ ബങ്കറിൽ നിന്ന് പുറത്തു കടന്നു, ഇഴഞ്ഞ് നീങ്ങുന്ന ദൃശ്യങ്ങളുണ്ടായി. ആ ഇഴഞ്ഞു നീങ്ങുന്ന ഹമാസ് ഭീകരന്മാരുടെ തല ചിതറിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ വെടിപൊട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സദാസമയവും ഗാസയുടെ തലയ്ക്ക് ചുറ്റും, ഗാസയുടെ ആകാശങ്ങളിലൂടെ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ സദാ നിരീക്ഷണത്തിലാണ്. ഒരു ഇലയണങ്ങിയാൽ പോലും ഇസ്രായേലിൻ്റെ ഡ്രോണുകളുടെ ക്യാമറകൾ അത് ഒപ്പിയെടുക്കും. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകരൻ്റെ സാന്നിധ്യമുണ്ടായാൽ അത് തകർക്കുക എന്നുള്ളത് ഡ്രോണുകളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ
ഗാസയുടെ ആകാശം ഇപ്പോൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഹമാസ് എന്ന ഭീകര സംഘടന 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ മഹാപാതകം 1500ഓളം പേരെ കൊന്നൊടുക്കിയ ഹമാസിന്റെ ക്രൂരത, പിഞ്ചുകുട്ടികളെയും സ്ത്രീകളെയും വെറുതെ വിടാതെ ജീവനോടെ ചുട്ടരിച്ച ഹമാസിന്റെ ക്രൂരത, പെൺകുട്ടികളെയും സ്ത്രീകളെയും തെരുവിലിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന ഹമാസിന്റെ ക്രൂരത, 300ഓളം പേരെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം രാജ്യത്ത് പാർപ്പിച്ച് ഗാസയിലെ ബങ്കറുകളിൽ പാർപ്പിച്ച് പെൺകുട്ടികളെ നിരന്തരമായി വർഷങ്ങളോളം ബലാത്സംഗം ചെയ്ത് കൊന്ന ഹമാസിന്റെ ക്രൂരത, ആ ക്രൂരതയ്ക്കുള്ള ഇസ്രായേലിന്റെ പ്രതികാരമാണ് ഇപ്പോൾ കാണുന്നത്. 2 വർഷത്തിലധികം നീണ്ട യുദ്ധം. ആ 2 വർഷത്തിലധികം നീണ്ട യുദ്ധത്തിൽ ഹമാസിന് നഷ്ടപ്പെട്ടത് സർവസ്വവുമാണ്. ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിൽ നിന്ന് ഇല്ലാതായി. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാസയിൽ നിർത്തിയ ഓപ്പറേഷൻ വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ വ്യാപിപ്പിച്ചത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ 30 തവണയാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ വെസ്റ്റ് ബാങ്കിന്റെ വിവിധ മേഖലകളിലേക്ക് ബോംബ് വർഷം നടത്തിയത്. ഹമാസിനും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും വലിയ ശക്തിയുണ്ട് എന്ന്, അല്ലെങ്കിൽ അവർക്ക് ബന്ധമുണ്ട് എന്ന് തോന്നിയ ഇടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലി സേന ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി. തീയും പുകയും പൊടിപടലങ്ങളും മാത്രമായി വെസ്റ്റ് ബാങ്കിന്റെ പല മേഖലകളും മാറി. ഇതിന് പിന്നാലെ കനത്ത ആക്രമണം ഇസ്രായേലിന്റെ കരസേന, ഇസ്രായേലിന്റെ സൈനികർ ഈ മേഖലകളിലേക്ക് നടത്തുകയും ചെയ്തു. ഈ ആക്രമണങ്ങളിലാണ് 6 ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. നിരവധി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരന്മാരെ ഇസ്രായേലി സേന പിടികൂടി എന്നുള്ളതും ഏറ്റവും പുതിയ വിവരമാണ്. ഇതിനൊപ്പം തന്നെ ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ കൊന്നൊടുക്കാനുള്ള എല്ലാ പദ്ധതികളും ഇസ്രായേലി സേന നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ ബങ്കറുകൾ, ആ ബങ്കറുകളിൽ ഇപ്പോഴും 100-ലധികം വരുന്ന ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ വിശ്വാസം. അതിൽ അധികം പേരും പട്ടിണി കിടന്ന് ചത്തൊടുങ്ങിയിട്ടുണ്ടാകാം. എങ്കിലും ജീവനോടെ അവശേഷിക്കുന്നവർ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി, ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങി വരാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായി, പല സമയങ്ങളിലായി പുറത്തിറങ്ങി വന്ന 40-ലധികം ഭീകരന്മാരെ തല ചിതറിച്ച് വെടിവെച്ച് വധിച്ചു ഇസ്രായേലി സേന. പാലസ്തീനികൾ 70,000-ഓ 75,000-ഓ കൊല്ലപ്പെട്ടു. എന്നിട്ടും ഇസ്രായേലിന് അവരുടെ വൈരാഗ്യം, അവരുടെ ആ വിരോധം അവസാനിക്കുന്നില്ല. ഇതാണ് ഒരു രാജ്യം, ഇതാണ് ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭരണകൂടം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സ്വന്തം ജനതയ്ക്ക് നേരിടേണ്ടി വന്ന ആ ക്രൂരതയ്ക്ക് അതേ നാണയത്തിൽ മറുപടി പറയുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം.